ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടില്ലേ. നമുക്ക് നോമ്പിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചിക്കനോ മുട്ടയോ മീനോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്ക് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഉടയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് കട്ടയില്ലാതെ കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, നുറുക്കിയിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു പകുതി സവാളയാണ്. ചേർക്കുന്ന എല്ലാം നല്ലോണം നുറുക്കി ചേർക്കുക, അപ്പോഴേ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാബേജ്, ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ടാവും, അത് നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്തിട്ടുണ്ട്, അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, പകരം നിങ്ങൾ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്താലും മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇത് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ചെറിയ പീസായിട്ട് എല്ലാം ഒന്ന് നുറുക്കിയെടുക്കാൻ നോക്കുക, അപ്പോഴാണ് കുറച്ചുകൂടെ മിക്സ് ചെയ്ത് നമുക്കിത് ചെയ്തെടുക്കാൻ എളുപ്പം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. വിരുന്നാർ വരുമ്പോഴോ നോമ്പാകുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ, അത് ചതച്ചതും, അതുപോലെ തന്നെ 1 കപ്പ് ബ്രെഡ് ക്രംസും ചേർക്കുന്നുണ്ട്, ബ്രെഡ് പൊടിച്ചത്. അപ്പോൾ 1 കപ്പ് മൊത്തമായിട്ട് ഒരുമിച്ച് ചേർക്കണ്ട, നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് എപ്പോഴാണ് നന്നായിട്ട് ബോളാക്കി എടുക്കാൻ പറ്റുന്നത് അത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം 1 കപ്പ് വേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ബ്രെഡ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ഒരു വലിയ ബോൾ എടുക്കാം. ഒരുപാട് ചെറുതല്ല, ഒത്തിരി വലുതുമല്ല, ഒരു മീഡിയം സൈസുള്ള ബോളാണ്. അത് ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോ എടുത്തിട്ടുണ്ട്. സ്ട്രോയിലൂടെ നമുക്ക് ഇതൊന്ന് കുത്തി ഇറക്കാം. സ്ട്രോ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. സ്ട്രോ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ആ ഒരു കബാബിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സ്ട്രോ ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഉരുട്ടിയെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഒരു നോർത്ത് ഇന്ത്യൻ കബാബാണ് കേട്ടോ ഇത്, അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് തന്നെ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ സ്ട്രോ ഇല്ലാത്തവർ ചുമ്മാ കൈ വെച്ചിട്ട് ഈ ഷേപ്പ് ആക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതേ സ്ട്രോ ഞാൻ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ഹോള് മാതിരി കാണാം നമുക്ക് ഉള്ളിലായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ബോളാക്കുക. എന്നിട്ട് നമുക്ക് സ്ട്രോയിൻ്റെ ഉള്ളിൽ കയറ്റാം. സ്ട്രോ തന്നെ വേണമെന്നില്ല, നമുക്ക് ഈ ഒരു തടിയിലുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഷേപ്പ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രോ മെല്ലെ ഊരിയെടുക്കാം. കയ്യിൽ നമ്മൾ എണ്ണയാക്കിയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ കുറച്ചുകൂടെ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമൊന്നുമല്ല കേട്ടോ, ഒരു 3-4 വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് അത്യാവശ്യം കഴിക്കാനുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് മുങ്ങിക്കിടക്കണ എണ്ണ വേണ്ട, എന്നാലും ഒരു സൈഡ് നന്നായിട്ട് മുങ്ങണ അത്രയും എണ്ണ എടുക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 3-4 എണ്ണ ഇട്ട് കൊടുക്കാം. ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള സ്നാക്കാണ്, അതുകൊണ്ട് തന്നെ ഇത് പൊടിഞ്ഞു പോകാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഫുള്ളായിട്ടും തിരിച്ചും മറിച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ചെയ്യാം. നമുക്ക് ഒരുപാട് അങ്ങ് വേവേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചതാണ്. അപ്പോൾ അതിലുള്ള കേബേജും ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്താൽ മതി. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ ഇതിവിടെ റെഡിയായി. അപ്പോൾ അതേ കുറച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.